എല്ലാവർക്കും നമസ്കാരം. RSS നേതാവ് TG മോഹൻദാസിന് കോടതി ജാമ്യം അനുവദിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് 24 മണിക്കൂർ പോലും തികഞ്ഞില്ല. അതിനുമുമ്പ് തന്നെ കോടതി ജാമ്യം കൊടുത്തു. സുപ്രീം കോടതിയുടെ യാതൊരുവിധ മാർഗനിർദ്ദേശങ്ങളും പാലിക്കാതെയാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് SDPI അനുഭാവിയായ ഒരു വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തത്. കേരളത്തിലെ ഒരു സാഹചര്യം നമുക്കറിയാം. ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു സർക്കാരും നിയമങ്ങളുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം അർജുൻ ആയങ്കി എന്നുള്ള ഒരാളെ പിടിക്കാൻ വേണ്ടി ഒരു വലിയ സന്നാഹം പോലീസാണ്. ആ പോലീസ് ഏതാണ്ട് 45 പേരിൽ അടങ്ങുന്ന ഒരു സംഘം തന്നെയാണ് പുറപ്പെട്ടത് ഒരാളെ പിടിക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോതമംഗലത്തെ CIയെയും ഊന്നുകൽ CIയെയും ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ പോലീസിനെ വെല്ലുവിളിക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അത് ജനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ പറഞ്ഞത്. ഇപ്പോൾ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ശരിയായൊരു നടപടിയല്ല. പക്ഷേ അർജുൻ ആയങ്കിയെ പിടിക്കാൻ വേണ്ടി പോലീസ് വളരെ ശക്തമായി പരിശ്രമിച്ചു. ഒരു വലിയ സൈന്യത്തെ തന്നെ ഇറക്കി. അതോടൊപ്പം തന്നെ TG മോഹൻദാസിനെ പിടിക്കാനും വലിയൊരു സൈന്യത്തെ തന്നെ ഇറക്കി. അതായത് വീട്ടിൽ വന്ന് ഒരു ബറ്റാലിയൻ പോലീസാണ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. എന്നാൽ ഇവിടെ ഇന്ത്യയുടെ പാർലമെൻറ്റ് ബോംബ് വെച്ച് തകർക്കണമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച് വളരെ മോശമായി അവർ മരിച്ചുപോയ ഒരു മാതാവിനെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് ഇവിടെ പറഞ്ഞിട്ടും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടും ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ അന്യമതത്തിൽപ്പെട്ടവരെ കൊല്ലണം എന്നും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും അതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ ഇവിടെയുള്ള പോലീസിന് ചങ്കൂറ്റമില്ല, ധൈര്യമില്ല എന്നുള്ളതാണ്. പോലീസിന് ചങ്കൂറ്റമില്ലാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പോലീസ് സേനയ്ക്ക് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള കരുത്തും ശക്തിയുമുണ്ട്. പക്ഷെ ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നതാണ്. കാരണം ഇവിടെ കേരളം അതായത് ജിഹാദികൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്ത ഒരു സംസ്ഥാനമായി മാറി. ഇവിടെ അവർ പറയുന്നതേ കേരളത്തിൽ നടക്കുകയുള്ളൂ. ഇവിടെ വേറെ ഒരു മനുഷ്യനും ഒരു രീതിയിലുള്ള ന്യായവും ലഭിക്കില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് TG മോഹൻദാസിൻ്റെ കാര്യം. അദ്ദേഹം ഒരു പരാമർശം നടത്തി. അതിലും വലിയ പരാമർശം നടത്തിയവർ ഇവിടെ ആഭ്യന്തരമന്ത്രിയോട് ചേർന്ന് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോട് ചേർന്ന് വിലസുകയാണ്. ഇവിടെ 3 ബലാത്സംഗ കേസിൽ പ്രതിയായ വ്യക്തി ഇപ്പോൾ മന്ത്രിമാരുടെ MLAമാരുടെ തോളത്ത് കൈ വിട്ടുകൊണ്ട് നടക്കുകയാണ്. അതിനിവിടെ ആർക്കും കുഴപ്പമില്ല. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു TV ചാനൽ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തു. 2 പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പെന്തക്കോസ്തുകാരനല്ല, ഒരാൾ ബ്രദറൻ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അപ്പോൾ തിരുവല്ലായിൽ ഒരു പ്രമുഖനായ ഒരു വ്യക്തി, അദ്ദേഹം ഒരു പുസ്തക കച്ചവടക്കാരനാണ്, CV വടവന. അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒളിവിലായിരുന്നു. ഇദ്ദേഹത്തെ പിടിക്കാൻ ഇവിടെ പോലീസിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഈ TV ചാനലുകാർ ചോദിക്കുന്ന ഇവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പലരെയും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചിലവരുടെ കാര്യത്തിൽ മാത്രം പോലീസ് വലിയ താല്പര്യം കാണിക്കുന്നു. ഇതെന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ഈ വ്യഗ്രതയും ജാഗ്രതയും ഒന്നും വേറെ ഒരാളുമായി ബന്ധപ്പെട്ടില്ല. ഇതെല്ലാം ഒരു പരിധിവരെ BJPക്കും RSSനും സംഘപരിവാറിനും അനുകൂലമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച തന്നെ, ഒരു സംഭാഷണം തന്നെ, ഒരു ചിന്ത തന്നെ വന്നിട്ടുണ്ട്. ഈ ഭരിക്കുന്ന സർക്കാർ മറ്റ് ഒരു വിഭാഗങ്ങളെയും പരിഗണിക്കുന്നില്ല.
ഒരു പ്രത്യേക ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക മതവിഭാഗക്കാരെ മാത്രമേ ഈ സർക്കാർ പരിഗണിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് യാതൊരുവിധമായ നീതിയോ യാതൊരുവിധമായ ന്യായവും ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് BJPക്കും RSSനും സംഘപരിവാറിനും വലിയൊരു വളമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. അതായത് 7 വർഷത്തിൽ താഴെയുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് നോട്ടീസ് അയക്കണം എന്നുള്ളത് അതൊന്നും ഇവിടെ പാലിച്ചില്ല എന്ന് മാത്രമല്ല, ഈ കേസ് കൊടുത്ത വ്യക്തിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് യാതൊരു ബന്ധവുമുള്ളയാളല്ല. ഡൽഹിയിൽ നടന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയപ്പോൾ അതിന് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ഇതിന് പരാതിക്കാരനായിട്ട് വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കേസുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ജാമ്യം ലഭിച്ചു. STPയിലെ ഒരു അനുഭാവിയാണ് ഈ കേസ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുമാത്രമല്ല, TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം, പോലീസ് വിചാരിച്ചു ഒന്ന് കാര്യമായിട്ടൊന്ന് പെരുമാറാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തത്. പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ തയ്യാറായില്ല. അപ്പോൾ എന്തായാലും ഈ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കാണിച്ച വ്യഗ്രത മറ്റ് പലരെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. അതും നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പോൾ പോലീസ് ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നുള്ളതല്ല, ഗവൺമെൻറ്, പോലീസിനെ ഭരിക്കുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും RSS നേതാവ്, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഞാനത് എൻ്റെ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞു. എങ്കിൽ പോലും അദ്ദേഹത്തെക്കാൾ ഭീകരന്മാരും ക്രൂരന്മാരും രാജ്യദ്രോഹികളും പാർലമെൻറ്റിനും ബോംബ് വെക്കണമെന്ന് പറഞ്ഞവരും, അതുമാത്രമല്ല ഈ സമരത്തിനിറങ്ങി വലിയ കലാപങ്ങൾ സൃഷ്ടിക്കണമെന്ന് ആഹ്വാനം ചെയ്തവരും പ്രധാനമന്ത്രിയെ ചീത്ത പറഞ്ഞവരും ഒക്കെ ഈ നാട്ടിൽ വളരെയധികം വിലസുകയാണ്. അതുമാത്രമല്ല അവർ സുഖലോലുപന്മാരായി അവർ എന്താണ് ഈ ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവികളായതുകൊണ്ട് അവർക്ക് എതിരെ യാതൊരു ബന്ധമായ കേസുമില്ല. എന്തായാലും ഈ സർക്കാർ വൻ പരാജയമാണ് എന്ന് മാത്രമല്ല, കാര്യക്ഷമമായ ഒരു പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻ തൂഫാൻ ഒഴികെ വേറെ ഒരു പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടത്താൻ കഴിവില്ലാത്ത ഒരു സർക്കാരാണ്. ജലപ്രളയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏകോപനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ ഉള്ള കഴിവുകൾക്കില്ല. അതുമാത്രമല്ല, ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പ്രളയക്കെടുതികളെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ ഒരു വെല്ലുവിളിയോട് ഏറ്റെടുക്കാൻ ചങ്കൂറ്റമൊന്നും ഈ പറയുന്ന സർക്കാരിനുമില്ല, മുഖ്യമന്ത്രിക്കുമില്ല, മന്ത്രിമാർക്കുമില്ല. എന്തായാലും ഈ സർക്കാർ അമ്പേ പരാജയമാണ് എന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് മനുഷ്യരെ ചുറ്റിക്കാതെ ഈ സർക്കാർ രാജിവെച്ച് ഒഴിയണം എന്നുള്ളതാണ് പൊതുജനങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പറയുന്നത്. 2 മാസം പിന്നിട്ട ഈ സർക്കാരിനെ ജനം വെറുത്തു എന്നുള്ളതാണ്. കാരണം ഇതിൽ ചില മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രീണനവും മറ്റുള്ളവരെക്കെതിരെ നടപടിയെടുക്കാൻ കാണിക്കുന്ന വ്യഗ്രതയും ഇതൊക്കെ സംശയാസ്പദമാണ്. അതുമാത്രമല്ല പക്ഷപാതപരമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തായാലും TG മോഹൻദാസിന് RSS നേതാവാണ്, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചതു? അത് RSSനും BJPക്കും സംഘപരിവാറിനും മറ്റ് ഹിന്ദുത്വ പാർട്ടികൾക്കും ഒരല്പം കൂടെ മൈലേജ് കൂടി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്.